ഹൗ ടു സ്പീഡ് അപ്പ് വിൻഡോസ് 10 പെർഫോമൻസ്. അതിനായി ആദ്യം നമ്മൾ സ്റ്റാർട്ട് മെനുവിൽ നിന്ന് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്ന സിസ്റ്റംസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ പവർ ആൻഡ് സ്ലീപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിൽ നിന്ന് അഡീഷണൽ പവർ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ ബാലൻസ്ഡ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ഹൈ പെർഫോമൻസ് എന്നുള്ള ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ചേഞ്ച് പ്ലാൻ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ താഴെ ചേഞ്ച് അഡ്വാൻസ്ഡ് പവർ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ ഹാർഡ് ഡിസ്ക് എന്നുള്ള ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഓൺ ബാറ്ററി എന്ന് കാണുന്നത് 20 മിനിറ്റ്സ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം 20 മിനിറ്റ്സ് എന്നുള്ളത് 0 ആക്കുക. അതിനുശേഷം പുറത്തെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. പിന്നീട് റൈറ്റ് സൈഡിലെ സ്ക്രോൾ ബാറിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരിക. അവിടെ പ്രൊസസ്സർ പവർ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് എക്സ്പാൻഡ് ചെയ്യുക. അവിടെ മിനിമം പ്രൊസസ്സർ സ്റ്റേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതും എക്സ്പാൻഡ് ചെയ്യുക. അവിടെ ഓൺ ബാറ്ററി എന്നുള്ളത് 5 എന്നത് മാറ്റി 0 ആക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം താഴെ മാക്സിമം പ്രൊസസ്സർ സ്റ്റേറ്റ് എന്നുള്ളത് 100 ആണ്. അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. അതിനുശേഷം അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക. പിന്നീട് ആ വിൻഡോ രണ്ടും ക്ലോസ് ചെയ്യുക. വീണ്ടും സ്റ്റാർട്ട് മെനുവിൽ വന്നതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ ജനറൽ എന്ന ഓപ്ഷന് താഴെ ചേഞ്ച് പ്രൈവസി ഓപ്ഷൻസ് എന്ന് കാണാം. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് ഡിസേബിൾ ചെയ്ത് കളയാം. ഇതെല്ലാം നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്നതാണ്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ആപ്പ് പെർമിഷൻ എന്നുള്ളത് ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ ചേഞ്ച് ക്ലിക്ക് ചെയ്ത് ലൊക്കേഷൻ ഓഫ് ചെയ്യുക. പിന്നീട് അതിൻ്റെ സെക്കൻഡ് ഓപ്ഷനായ ക്യാമറ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്യാമറ ഓൺ സ്റ്റേറ്റിൽ വെച്ചതിന് ശേഷം താഴെ ഏതെല്ലാം ആപ്ലിക്കേഷൻസിന് ക്യാമറ യൂസ് ചെയ്യാം എന്നുള്ള ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രം ഓൺ ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം ഓഫ് ചെയ്ത് കളയുക. പിന്നീട് ലെഫ്റ്റ് സൈഡിൽ തന്നെ മൈക്രോഫോൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അടുത്തതായി ആ ഓപ്ഷനിലേക്ക് പോവുക. ആ ഓപ്ഷനിലും ഇതേപോലെ മൈക്രോഫോൺ ഓൺ കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ ഏതെല്ലാം ആപ്ലിക്കേഷൻസ് മൈക്രോഫോൺ വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓൺ ചെയ്യുക. പിന്നീട് ബാക്കിയെല്ലാം ഓഫ് ചെയ്യുക. പിന്നീട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അക്കൗണ്ട് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏതെല്ലാം ആപ്സിനാണ് നമ്മുടെ അക്കൗണ്ട് ഇൻഫോ ആക്സസ് ചെയ്യാമെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എനേബിൾ ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്യുക. ഇവിടെ ഞാൻ ഇമെയിൽ ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ കലണ്ടർ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ കലണ്ടർ ഏതെല്ലാം ആപ്പിന് യൂസ് ചെയ്യണമെന്നുള്ളതും കാണാം. അതിലാവശ്യമുള്ളത് ഓൺ ചെയ്യുക. അതിനുശേഷം ഓഫ് ചെയ്യുക. പിന്നീട് ലെഫ്റ്റ് സൈഡിൽ കോൾ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡയറക്റ്റായി ഓഫ് ചെയ്യുക. നമുക്കൊന്നിനും ആവശ്യമില്ല. പിന്നീട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴെ റേഡിയോസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ റേഡിയോ കൺട്രോൾസ് നമുക്ക് ഓഫ് ചെയ്തിടാം. വീണ്ടും ലെഫ്റ്റ് സൈഡിൽ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എന്നുള്ളത് കാണാം. അതിനു മുന്നേ അതർ ഡിവൈസസ് ഓഫ് ചെയ്യുക. പിന്നീട് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ഡയറക്റ്റായി ഓഫ് ചെയ്യുക. നമുക്ക് ഓരോ ആപ്ലിക്കേഷനും ബാക്ക്ഗ്രൗണ്ട് ആപ്സായി റൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാൽ അതെല്ലാം ഓഫ് ചെയ്യുക. അതിനുശേഷം ബാക്ക് പ്രസ് ചെയ്തതിന് ശേഷം സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യുക. അവിടെ നോട്ടിഫിക്കേഷൻസ് ആൻഡ് ആക്ഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ഷോ നോട്ടിഫിക്കേഷൻസ് ഓൺ ദ ലോക്ക് സ്ക്രീൻ എന്നുള്ളത് ടിക്ക് റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം താഴെ ഏതെല്ലാം ആപ്ലിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് ആവശ്യമായവ മാത്രം ഓൺ ചെയ്യുക. അല്ലാത്തതെല്ലാം ഓഫ് ചെയ്യുക. ഇവിടെ ഞാൻ അഡോബ് റീഡർ പോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വീണ്ടും ഹോം എന്ന ഓപ്ഷനിൽ പോയി ഗെയിമിംഗ് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്യുക. അവിടെ ഗെയിം ബാർ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്യുക. അതിന് താഴെയുള്ള ഓപ്പൺ ഗെയിം ബാർ യൂസിങ് ദിസ് ബട്ടൺ ഓൺ കൺട്രോളർ അൺടിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഗെയിം മോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഗെയിം മോഡ് ഓഫ് ചെയ്യുക. പിന്നീട് അതിന് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ബ്രോഡ്കാസ്റ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്തതിന് ശേഷം ടിക്ക് റിമൂവ് ചെയ്യുക. വീണ്ടും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്യാപ്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം റെക്കോർഡ് ഓഡിയോ വെൻ ഐ റെക്കോർഡ് എ ഗെയിം എന്നുള്ളത് ഓഫ് ചെയ്യുക. അതിന് താഴെയുള്ള ക്യാപ്ചർ മൗസ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഹോമിൽ വരിക. ആ സെറ്റിംഗ്സ് ക്ലോസ് ചെയ്യുക. പിന്നീട് നമുക്ക് ചെയ്യുന്നുള്ള ഒരു ഓപ്ഷനാണ്
ഡീഫ്രാഗ്മെൻറ്റ് ആൻഡ് ഒപ്റ്റിമൈസ് ഡ്രൈവ്സ് എന്നുള്ളത് നമ്മുടെ സിസ്റ്റം ഡ്രൈവുകളെല്ലാം ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അതിനായി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വരുന്ന വിൻഡോയിൽ ഒപ്റ്റിമൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സി ഡ്രൈവാണ് ഒപ്റ്റിമൈസ് ആവുന്നത്. 2 ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോഴത്തേക്കും ഒപ്റ്റിമൈസേഷൻ എല്ലാം കംപ്ലീറ്റ് ആവും. സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ടെസ്റ്റ് നടക്കുന്നത്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്ത് കളയുക. പിന്നീട് കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ് അല്ലെങ്കിൽ ടാസ്ക് ബാറിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുക. അവിടെ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഡിസേബിൾ ചെയ്ത് കളയാം. സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ വിൻഡോസിൻ്റെ സ്റ്റാർട്ടപ്പ് പെർഫോമൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ആപ്ലിക്കേഷൻസും ഡിസേബിൾ ചെയ്യുകയാണ്. അതിനുശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്യുക. അടുത്ത ഒരു മെത്തേഡാണ് സ്റ്റാർട്ട് മെനുവിൽ നിന്ന് റൺ. വിൻഡോസ് ബട്ടണും ആറും പ്രസ് ചെയ്ത് റൺ എന്നുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക. അവിടെ ടെംപ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. വരുന്ന വിൻഡോയിൽ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാനുള്ളതാണ്. അതിനായി കൺട്രോൾ എ പ്രസ് ചെയ്യുക. സെലക്ട് ഓൾ ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ഡിലീറ്റ്, പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യുന്നതിനായി ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉള്ള ഫോൾഡേഴ്സിനെല്ലാം അത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം എല്ലാം ക്ലിയർ ആയതിനു ശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്യുക. വീണ്ടും സ്റ്റാർട്ടിൽ വന്നതിന് ശേഷം റൺ ടൈപ്പ് ചെയ്യുക. അവിടെ %temp% എന്നുള്ള ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അവിടെയും ഇതേപോലെ നേരത്തെ കാണിച്ച പോലെ ലിസ്റ്റ് ചെയ്ത ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ഉണ്ടാവും. അതെല്ലാം കൺട്രോൾ എ പ്രസ് ചെയ്തതിന് ശേഷം സെലക്ട് ഓൾ കൊടുക്കുക. അതിനുശേഷം ഷിഫ്റ്റ് ഡിലീറ്റ്, പെർമനൻറ്റ് ഡിലീഷനായിട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റർ ഫോൾഡേഴ്സിന് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് കൊടുക്കുക. അതിനുശേഷം സ്കിപ്പ് ചെയ്യേണ്ട ഫയലുകൾ എന്തെങ്കിലും അതിനുശേഷം ഉണ്ടെങ്കിൽ അതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയുക. അതിനുശേഷം ആ വിൻഡോയും ക്ലോസ് ചെയ്യുക. ഇനി റീസൈക്കിൾ ബിൻ എന്നുള്ള ഡെസ്ക്ടോപ്പിലെ ഐക്കണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെയുള്ള ഫയൽസ് എല്ലാം റിമൂവ് ചെയ്ത് കളയണം. അതിനായി കൺട്രോൾ എ പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ റീസൈക്കിൾ ബിന്നിൻ്റെ ഷോർട്ട് കട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എംപ്റ്റി റീസൈക്കിൾ ബിൻ കൊടുത്താലും റിമൂവ് ആയി കിട്ടും. അതിനുശേഷം റീസൈക്കിൾ ബിന്നിൻ്റെ ഷോർട്ട് കട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നമുക്ക് റീസൈക്കിൾ ബിന്നിൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് റീസൈക്കിൾ ബിന്നിന് കൊടുത്തിരിക്കുന്ന സൈസ് എല്ലാം കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പാസ് ചെയ്തതാണ്. ആ വിൻഡോ ഒന്നും ചെയ്യേണ്ട, അത് ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ദിസ് PC ഓപ്പൺ ചെയ്യുക. അതിൽ ലോക്കൽ ഡിസ്ക് C എന്നുള്ളതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടി എടുക്കുക. അവിടെ നമുക്ക് വേണ്ടത് അടുത്തത് ഡിസ്ക് ക്ലീനപ്പ് എന്നുള്ള ഓപ്ഷനാണ്. അതിനായി ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വിൻഡോസ് എക്സ്പ്ലോറർ ക്ലോസ് ചെയ്യുക. അവിടെ ഡിസ്ക് ക്ലീനപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലീനപ്പ് ചെയ്യേണ്ട ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിൽ ക്ലീനപ്പ് ഓപ്ഷൻസ് ആയിട്ടുള്ള ടെമ്പററി ഫയൽസ്, തംബ്നെയിൽസ്, റീസൈക്കിൾ ബിൻ എന്നുള്ളവയൊക്കെ കാണാം. അതിലാവശ്യമുള്ളതെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം ക്ലീനപ്പ് സിസ്റ്റം ഫയൽസ് എന്നുള്ള ലെഫ്റ്റ് സൈഡിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലീനപ്പ് ആയതിനു ശേഷം ആ വിൻഡോ ഒന്നുകൂടി ഓപ്പൺ ആയിട്ട് വരും. അവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഡയലോഗ് ബോക്സ് വരും. അവിടെ ഡിലീറ്റ് ഫയൽസ് ക്ലിക്ക് ചെയ്യുക. എല്ലാ ഫയലും ഡിലീറ്റ് ആകുന്നത് കാണാം. ടെമ്പററി ഫയൽസ് എല്ലാം ഡിലീറ്റായി ഡിസ്ക് ക്ലീനപ്പ് ആവുന്നത് കാണാം. അതിനുശേഷം ആ വിൻഡോയും ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യുക.